നീ എന്താണ് ചെയ്തത്? അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടി. നീ കരഞ്ഞോണ്ടല്ലേ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നത്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആണ് ഈ വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നത് എന്ന് ബിൻസി മസ്താനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ അന്തസ്സായിട്ട് നിന്റെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നത്. അവിടെ ഇരിക്കുന്നവരെ നോക്കി ഗോഷ്ടി കാണിക്കാതെ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് മസ്താനിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിരിക്കുകയാണ് നമ്മുടെ ബിൻസി. നീ കരഞ്ഞു കാണിച്ച് എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജോലി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പതി കാണിച്ച് അങ്ങനെയൊക്കെ നടക്കാനല്ലേ നിനക്ക് പറ്റൂ. അതെന്തായാലും നടക്കത്തില്ല എന്നാണ് ബിൻസി പറയുന്നത്. ഈ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ നിന്റെ കണ്ണീര് കാണുമ്പോഴത്തേനും അതിൽ വീഴുമായിരിക്കും, നിന്നെ വന്ന് കെട്ടിപ്പിടിക്കുമായിരിക്കും. പക്ഷേ എന്നെ അതിന് കിട്ടില്ല. ഞാൻ അന്തസ്സായിട്ട് തന്നെയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് പറയുമ്പോൾ മസ്താനി പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ പോകുന്നതെന്നുള്ളത്. ചാച്ചൻ്റെ ഓട്ടോ എന്ന് പറയാൻ ചാച്ചൻ്റെ ഓട്ടോയ്ക്ക് എന്താ ഇപ്പം ഇത്ര വലിയ കുഴപ്പം? എൻ്റെ ചാച്ചന് ഓട്ടോ ഓടിച്ച് നടന്നിട്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ ഇവിടുന്ന് 2 കാലിൽ ഇറങ്ങി പോവില്ലായിരുന്നു എന്നൊക്കെ ബിൻസി മസ്താനിയുടെ അടുത്ത് പറയുന്നുണ്ട്. അടിച്ച് നിന്നെ ഒതുക്കിയേനെ എന്നാണ് ബിൻസി പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് മിഴുങ്ങസിയാന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മസ്താനി. തലവഴി തുണി ഇട്ടുകൊണ്ടല്ലായിരുന്ന് നിനക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? പേര് മാറ്റി എന്നല്ലാതെ മനുഷ്യൻ്റെ സ്വഭാവം മാറ്റാനായിട്ട് പറ്റത്തില്ല മസ്താനി എന്നാണ് ബിൻസി മസ്താനിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നത്. നിന്റെ തന്തയും തള്ളയും നിന്നെ അടിച്ചു വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് നിനക്ക്, അതുകൊണ്ടാണിപ്പോൾ നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബിൻസി മസ്താനിനെ നല്ല രീതിയിൽ തന്നെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് രാത്രി 9:30 ബിഗ് ബോസ് കാണാൻ മറക്കല്ലേ.